മനുഷ്യരായ എല്ലാവരും തന്നെ ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുവാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ചിലർ നന്മയ്ക്കായുള്ളത് ചിന്തിക്കുമ്പോൾ മറ്റു ചിലർ തിന്മയ്ക്കായുള്ളത് ചിന്തിക്കുന്നു. ചിലർ അവർക്കായി മാത്രം ചിന്തിക്കുന്നു, മറ്റു ചിലർ മറ്റുള്ളവരുടെ ഗുണം കൂടെ ചിന്തിക്കുന്നു. ചിലർ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റു ചിലർ ലോകത്തിനുള്ളതും പൈശാചികവുമായത് ചിന്തിക്കുന്നു. മനുഷ്യർ ഇന്ന് ആരായിരിക്കുന്നുവോ അത് ഇന്നലകളിൽ എന്താണോ ചിന്തിച്ചത് അതിൻ്റെ പരിണിത ഫലമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തകളാണ് നാളെ നാം ആരായിരിക്കുമെന്ന് നിർണയിക്കുന്നത്. തിരുവചനം പറയുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യം, ആസ് ഹി തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഹി ഈസ്. അവൻ തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയാകുന്നു. അങ്ങനെ വരുമ്പോൾ ചിന്തകൾക്ക് ജീവിതത്തിൽ മുഖ്യ സ്ഥാനമാണുള്ളത്. നമ്മുടെ ചിന്ത തെറ്റിയാൽ ജീവിതം തെറ്റും. ജീവിതം തെറ്റിയാൽ ജീവിതാവസാനം ദുരിതപൂർണമായിരിക്കും. എന്നാൽ നല്ല ചിന്തകന്മാർക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കും. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ദ പ്ലാൻസ് ഓഫ് ദി ഡിലിജന്റ് ലീഡ്സ് ടു പ്രോഫിറ്റ്. ഉത്സാഹിയുടെ ചിന്തകൾ സമൃദ്ധി ഹേതുകളാകുന്നു. ഡിലിജന്റ് അഥവാ ഉത്സാഹി എന്നതിന് ടു വർക്ക്, സ്റ്റഡി ആൻഡ് പ്ലാൻ, ജോലി ചെയ്യുക, പഠിക്കുക, ആസൂത്രണം ചെയ്യുക എന്നാണ് അർത്ഥം. നല്ല ചിന്തകന്മാർ നല്ല ചിന്തകൾക്ക് ഉയർന്ന മൂല്യം നൽകുന്നതുകൊണ്ട് വിജയത്തിൻ്റെ പടവുകൾ വളരെ വേഗം ചവിട്ടിക്കയറുന്നു. ക്രിസ്തീയ ജീവിതത്തിലും ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ക്രിസ്തു വിശ്വാസികളായ നാം എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇടയ്ക്കിടെയെങ്കിലും ഒന്ന് വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. സഭാ സ്പിരിറ്റുള്ളവർ അടുത്ത കൗൺസിൽ മീറ്റിങ്ങിനെ പറ്റിയും ജനറൽ ബോഡി മീറ്റിങ്ങിനെ പറ്റിയും അടുത്ത ഇലക്ഷനെ പറ്റിയും ആരെ താഴെ ഇറക്കണം, ആരെ കയറ്റണം എന്നതിനെ പറ്റിയായിരിക്കും ചിന്തിക്കുക. ആത്മീയ സ്പിരിറ്റുള്ളവരാകട്ടെ, ഇനിയും എന്തെങ്കിലും കാര്യത്തിൽ ജീവിതത്തിൽ ക്രമീകരണം നടത്താനുണ്ടോ, ദൈവത്തിൻ്റെ ദിവ്യമായ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായി തീർന്നിട്ടുണ്ടോ, ദൈവം ആഗ്രഹിക്കും വിധം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. നമ്മുടെ ആത്മീയപരമായ നല്ല ചിന്തകൾ ആരോഗ്യകരമായ ആത്മീയ മുന്നേറ്റത്തിന് സഹായകരമായി തീരുമെന്നത് അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആയതിനാൽ നമുക്ക് നല്ല ചിന്തകന്മാരാകാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.